ആരും കാണാനില്ലല്ലോ. അവിടെ എല്ലാരും ഇപ്പൊ വരും. ഇപ്പൊ വന്നോടും ഓരോരുത്തരായിട്ട്. അതെ ടോണി ബൈ വരുന്നു. ഇവിടുത്തെ ഈ നാട്ടിലെ എല്ലാവരും അറിയണ CCTV ആണ്. ബൈക്കുമ്പോ 2 ചേട്ടന്മാര് എന്തിലോ. ബൈക്കുമ്പോ വരണതേ, ബൈക്ക് ഓടിക്കണത് തോമാച്ചനാ. അവനാണെങ്കി ദുരന്തനാ. എന്തെങ്കിലും ഒരു വിഷമം കേട്ട് കഴിഞ്ഞാ അപ്പൊ അവൻ കരച്ചിലോടും. പിന്നെ അതിന്റെ ബാക്കിലിരിക്കണില്ലേ, അത് ജിനേഷ്. അവനാണെങ്കി എല്ലാ മദ്യത്തിനും വില അറിയാം. എന്തൊരു സാധനം കാണിച്ചു കൊടുത്താലും ഒക്കത്തിന് വില അവൻ പറയും. പിന്നെ അകലേന്ന് ഒരാൾ വരുന്നില്ലേ, ആളാണ് നമ്മുടെ ക്യാപ്റ്റൻ പൊറിഞ്ചു മാപ്പിള. സ്റ്റൈല് കണ്ട, ആളെ വരവിന്റെ സ്റ്റൈല് കണ്ട. ആള് നമ്മുടെ ഒരു പഴയ റിട്ടയർഡ് ക്യാപ്റ്റനും. പിന്നെ ഓരോന്ന് പുതിയ സാധനങ്ങൾ കണ്ടുപിടിച്ച് വരും. നാളെ എന്തെങ്കിലും ഈ ആഴ്ച കണ്ടുപിടിച്ചിണ്ടാവും. എന്നാ തുടങ്ങല്ലേ? പിന്നല്ല തുടങ്ങനെ. ജിനേഷ് ഇതിട്ടില്ല നീ പൊറിഞ്ചേട്ടൻ ഇതെന്തിട്ട് സാധനം? ഇതെന്റെ സ്വന്തം കൈകൊണ്ട് മാറ്റിണ്ടാക്കി നല്ല സ്വയംഭം മാറ്റത്. ഏത് ഈ കൈ കൊണ്ടാ? ഈ കൈകൊണ്ട് അടിച്ചോ. ചേട്ടന് ഇതൊക്കെ ഉണ്ടാക്കാറിയോ? ഇവരാണ് നമ്മുടെ പുതിയ തലമുറ. പുതിയ തലമുറക്ക് വേണ്ടിട്ട് എന്തെങ്കിലും കണ്ടുപിടിച്ചുണ്ടാക്കി കൊണ്ടുവരിക. എന്നെ കൊണ്ട് അത് സാധിക്കുള്ളൂ. പൊറിഞ്ചേട്ടന്റെ വിനയം കണ്ട, പഴംപൊരി ഉണ്ടാക്കി കൊടുക്കണ പോലെ സാധനം ഉണ്ടാക്കി കൊണ്ടിരുന്നേ. ടോണി വൈ എന്തൊരു നാട്ടില് വിശേഷം? ഇപ്പൊ വിശേഷം ഫ്രഷ് എന്ന് പറഞ്ഞാ നീ പണ്ട് ഇഷ്ടന്ന് പറഞ്ഞ അച്ചുലി. ഏത് അച്ചുമോളാ? അവളെന്നെ അവളുടെ കല്യാണം ഉറപ്പിച്ചായിരുന്നു. അവള് കല്യാണത്തല്ലും സോറിനായിട്ട് വേറെ ചെക്കന്റെ പൊളിച്ചോടി. അയ്യോ അതിന് നീ എന്തിനാ പൊട്ടക്കാരെയാണേ? നീയായിട്ടൊന്നല്ല അവള് കല്യാണം ഉറപ്പിച്ച് കാണുന്നത്. പിന്നെ നിനക്കറിയണ നീ ഇതടിച്ചേ. അല്ല നിന്റെ തൊട്ട് സ്പെഷ്യൽ സാധനം ഉണ്ടെന്ന് പറഞ്ഞിട്ട് അതിറക്കില്ലോ. മച്ചന്തി നമ്മുടെ ഐറ്റെടുത്ത ഇതാണ് നമ്മുടെ കേരളത്തില് വൈറലായി നിൽക്കുന്ന സാധനം. കണ്ടാ സ്വയംഭ സാധനം. ഈ വക സാധനം ഇവിടെ നടക്കില്ലാട്ടാ. തനിക്ക് വേണ്ടെങ്കിൽ വേണ്ട മച്ചമ്പി. 5 ലൈനട്ടെ മച്ചമ്പി ഇതിങ്ങോട്ട് തന്നെ എന്നിട്ട് നീ വലിക്കാനുള്ള സാധനം എടുത്ത. എലിക്കാളതല്ലേ, കടിക്കാനുള്ള സാധനാണ്. കടിക്ക് സാധനം എടുത്തോടുത്ത്. ഇതാണ് കടിക്കാനുള്ള സാധനം. ഇതാണോ കേരളത്തിൽ വൈറലായിട്ട് സാധനം? ഇതാണ് മൂവാണ്ട മാങ്ങ. ഉപ്പും കൂട്ടി ഒരു പെടപെടച്ചല്ലേ, പൊള്ളിയാവും. സ്വയംഭ സാധനം കിട്ടിയതായി മച്ചു. ഇതാണ് ഞാൻ പറഞ്ഞത്, ഇതൊന്നും ഇവിടെ നടക്കില്ല. പിള്ളേരൊരംഗം വിട്ടോളേ.